അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അതിമഹത്വമേറിയ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അതിനെക്കുറിച്ചറിയലും അത് പഠിക്കലും അറിവുകളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് ഒന്നു മാത്രം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖുദ്ദൂസ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽ ഖുദ്ദൂസ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 2 പ്രാവശ്യമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ 2 പ്രാവശ്യവും അള്ളാഹു മറ്റൊരു നാമത്തോടു കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അർത്ഥമുണ്ട്. എന്നാൽ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചപ്പോൾ 2 പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത്. അൽ മലിക്കുൽ ഖുദ്ദൂസ് സൂറത്തു ഹശറിൻ്റെ 23-ാമത്തെ ആയത്തും സൂറത്തുൽ ജുംഅയിലെ 1-ാമത്തെ ആയത്തുമാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കപ്പെടുന്ന ആയത്ത്. ഇനി തിരുവചനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെയും കാണാൻ സാധിക്കുന്നത് അധികവും അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന അൽ മലിക്കിനോട് ചേർത്തുകൊണ്ടാണ് ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നിസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട്, ഒച്ചത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് എന്ന പ്രാർത്ഥനയാണ്. അവിടെയും അൽ മലിക് അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ 2 നാമങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അൽ മലിക് എന്ന് പറഞ്ഞാൽ രാജാധികാരി, സർവ രാജാവുകളിൽ സർവ അധിപരുടെയും അധിപനായ അള്ളാഹു രാജാവാൻ, അൽ മലിക്കാൻ. അതോടൊപ്പം അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരമപവിത്രതയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുദ്ദൂസ് പവിത്രതയുള്ളത്, പരിശുദ്ധിയുള്ളത്, വിശുദ്ധമായത് എന്ന അർത്ഥമാണ് അൽ ഖുദ്ദൂസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ന്യൂനതകളിൽ നിന്ന്, അതുപോലെ തന്നെ പോരായ്മകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രതയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ന്യൂനതകളിൽ നിന്നും സംരക്ഷണം നിറഞ്ഞവനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധി മറ്റെല്ലാത്തിനേക്കാളും ഉന്നതിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചില വ്യക്തികളെ, ചില നാടിനെ, ചില പ്രത്യേക സ്ഥലങ്ങളെ പരിശുദ്ധിയുള്ളത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന പലസ്തീൻ നമുക്കറിയാം, ഇന്ന് യുദ്ധങ്ങളാൽ കലുഷിതമാണ്. വെടിയുണ്ടകളും ബോംബുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് അവിടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാടിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതായത് പരിശുദ്ധമായ നാട്, ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഗേഹം എന്ന് ആ ഒരു പള്ളിയെ, ഭവനത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, റൂഹുൽ ഖുദ്സ്, പരിശുദ്ധമായ ആത്മാവിൻ്റെ ഉടമ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാനുള്ള കാരണം, ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധി പ്രാപിച്ച, അതുപോലെ തന്നെ മിനുസമുള്ള, ഭംഗിയുള്ള എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് കാണുന്ന സമയത്ത് 600 ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മലക്കായിക്കൊണ്ട്, മലക്കിൻ്റെ അതേ രൂപത്തിൽ കണ്ടപ്പോൾ അവിടെ നല്ല മിനുസമുള്ള, ഭംഗിയുള്ള, ചിറകുകൾക്കിടയിൽ നിന്ന് മുത്തുകൾ കൊഴിഞ്ഞു വീഴുന്ന
ഏറ്റവും ഭംഗിയുള്ള പരിശുദ്ധമായ ഒരു മലക്കായി കൊണ്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂഹുൽ ഖുദുസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഹദീറത്തുൽ ഖുദുസ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു തിരുവചനത്തിൽ നമുക്ക് കാണാം, ഒരാൾക്ക് കള്ളു കുടിക്കാൻ അവസരമുണ്ടായി, എന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ഹദീറത്തുൽ ഖുദുസിൽ വച്ച് ആ പാനീയം കുടിപ്പിക്കും. മദ്യമെന്ന ഈ ദുനിയാവിൽ ലഭിക്കുന്ന മദ്യമല്ല, മറിച്ച് അവിടെ പരിശുദ്ധി നിറഞ്ഞ, മത്ത് ബാധിക്കാത്ത, ലഹരിയില്ലാത്ത മദ്യമാണ് അവിടെ കുടിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യന് പട്ട് ധരിക്കാനുള്ള സമ്പത്തും അവൻ്റെ കയ്യിൽ പട്ടുമുണ്ട്, പട്ടുവസ്ത്രമുണ്ട്, എന്നിട്ടും അള്ളാഹു ഹറാമാക്കി എന്നതുകൊണ്ട് അവൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നാളെ ഹദീറത്തുൽ ഖുദുസിൽ, അതായത് സ്വർഗത്തിൽ അവനെ പട്ട് ധരിപ്പിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹദീറത്തുൽ ഖുദുസ് എന്നാണ് സ്വർഗത്തിനെ നാമകരണം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടാ? സ്വർഗത്തിൽ അവിശുദ്ധിയായ ഒന്നുമില്ല, വിശുദ്ധിയുള്ളത് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ഒരാളും മലമൂത്ര വിസർജനം നടത്തുകയില്ല. ഭക്ഷണം കഴിക്കും, പക്ഷെ മലമൂത്ര വിസർജനം അവിടെ ഉണ്ടാവില്ല. വിയർത്തുപോകും, പക്ഷെ ആ വിയർപ്പിന് പോലും കസ്തൂരിയുടെ മണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. ഈ രൂപത്തിൽ മ്ലേച്ഛതയില്ലാത്ത, അവിശുദ്ധമായ ഒന്നുമില്ലാത്ത അന്നപാനീയങ്ങൾ കുടിക്കുന്നുവെങ്കിലും കഴിക്കുന്നുവെങ്കിലും മലമൂത്ര വിസർജനങ്ങൾ നടക്കാത്ത, ഇനി വിയർപ്പാണെങ്കിൽ പോലും കസ്തൂരിയുടെ മണമുള്ള ഏറ്റവും പവിത്രമായ ഒരു ഗേഹമാണ് സ്വർഗമെന്നുള്ളത്. ആ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിഞ്ഞവൻ അവനാണ് അൽ ഖുദുസ്, അവനാണ് അൽ ഖുദ്ദൂസ്. ആ ഖുദ്ദൂസ്, ഇത്രയും പവിത്രമേറിയ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിവുള്ള ആ ഖുദ്ദൂസായ അള്ളാഹു എത്ര പവിത്രതയുള്ളവനാണ്, എത്ര പരിശുദ്ധി നിറഞ്ഞവനാണ്. പരിശുദ്ധി നിറഞ്ഞ ആ സ്വർഗത്തെ സംവിധാനിച്ചു. ആ സ്വർഗത്തെ ആ രൂപത്തിൽ സംവിധാനിക്കാൻ കഴിവുള്ളവൻ, എത്ര പരിശുദ്ധിയുള്ളവൻ എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്രയും പരമപരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കണമെങ്കിൽ, അവനിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ വിശ്വാസം പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടിയുള്ളതാകണം, നമ്മുടെ ഇടപാടുകൾ പരിശുദ്ധമായതാകണം, പലിശ കലരാത്ത, ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ നേടിയെടുത്തതല്ലാത്ത ഏറ്റവും മാന്യമായ, പരിശുദ്ധി നിറഞ്ഞ, ശുദ്ധിയുള്ള, കളങ്കമറ്റ ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നത് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുമാത്രമേ, ഈ പരിശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ, ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളും മാത്രമേ പരിശുദ്ധിയുള്ള അള്ളാഹുവിലേക്ക് ഉയരുകയുള്ളൂ എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അൽ ഖുദ്ദൂസ് എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു പരിശുദ്ധിയുള്ളവനും പവിത്രതയുള്ളവനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയവും പരിശുദ്ധിയുള്ളതാക്കി തീർക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പരിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, പ്രവർത്തനങ്ങൾ ശുദ്ധമുള്ളതാക്കുവാൻ, ഇടപാടുകൾ അവിശുദ്ധിയില്ലാത്തതായിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.